ഒരിക്കൽ കൂടെ നാം കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിലേക്ക് വരുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ബൈബിൾ, ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം, സത്യവചനം, ജീവനുള്ള വചനം ശ്രദ്ധിച്ച് കേൾക്കുവാൻ, പഠിക്കുവാൻ ഇതാ ഒരു നല്ല അവസരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ഇതൊരു തുടർച്ചാ ബൈബിൾ ക്ലാസ്സാണ്. ഒരുപാട് ആളുകൾ സ്ഥിരമായി കാണുന്നുണ്ട്, ചില ആളുകൾ അല്ലാതെയും കാണുന്നുണ്ട്. സാരമില്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുറക്കാം. 1, 2, 3 വാക്യങ്ങൾ വായിച്ചതാണ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വേദഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായും ഒരു അന്ധനായ മനുഷ്യന്റെ ജീവചരിത്രമാണ് ആരംഭിക്കുന്നത്. ഈ മനുഷ്യൻ ജന്മന അന്ധനായിരുന്നു. യേശുവും ശിഷ്യന്മാരും കൂടെ ആ സ്ഥലത്തൂടെ കടന്നുപോയപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, ഇവൻ അന്ധനായി ജനിച്ചത് എന്തുകൊണ്ട്? ഇവന്റെ കുറ്റമാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ കുറ്റമാണോ? യേശു പറഞ്ഞു, നിങ്ങളുടെ ധാരണ തെറ്റാണ്. ഇത് രണ്ടുമല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞത്, ജീവിതത്തിൽ വരുന്ന അനിഷ്ട സംഭവങ്ങളെ അതിനെ അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് പഠിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടത്തില്ല. പുറകിലുള്ള ചില ദോഷങ്ങൾ, മുൻജന്മ പാപങ്ങൾ, ശാപങ്ങൾ ഇതിൻ്റെ പുറകിൽ കാണാം, ഉണ്ടാകാം. ഇല്ലെന്ന് യേശു പറഞ്ഞില്ല. എന്നാൽ യേശു പറഞ്ഞത്, ദൈവപുത്രൻ ലോകത്തിൽ വന്ന ഈ സമയത്ത് ഏത് വിഷയത്തിൻ്റെയും മുഖച്ഛായ മാറുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട സുപ്രധാനമായ സത്യത്തിലേക്ക് നാം കയറുകയാണ്. മുൻജന്മദോഷമോ ശാപമോ മനുഷ്യനെ വേട്ടയാടുമോ? ഞാൻ ഒരു പഠനത്തിന് വേണ്ടി പറയുകയാണ്. ഓക്കെ, മുൻജന്മദോഷം മനുഷ്യനെ വേട്ടയാടും എങ്കിൽ അതിനെന്താ പരിഹാരം? അതിന് എന്തെങ്കിലും ഹോമങ്ങൾ, അല്ലേ, യാഗങ്ങൾ, അല്ലേ, ആണല്ലോ. ഇപ്പൊ എൻ്റെ അപ്പൻ്റെയോ കാലത്തുള്ള ശാപങ്ങൾ എന്നിലോ എൻ്റെ കുടുംബത്തിലോ തുടരുന്നു എങ്കിൽ ഉണ്ട്. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം മെഡിക്കൽ സൈഡിലുണ്ടോ? സൈക്കോളജിക്കൽ സൈഡിലുണ്ടോ? ഇല്ല. പിന്നെ ഉള്ളത് എവിടെയാ? മതം, മന്ത്രവാദം, ഇതിലേ ഉള്ളൂ. എങ്കിൽ അതെന്താണ്? എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. എന്നാൽ കേട്ടുകേഴ്വി ഇതാണ്, എന്തെങ്കിലും ചില പ്രായച്ചിത്തങ്ങൾ ചെയ്യുക, ചില ക്ഷേത്രങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും വഴിപാട് കൊടുക്കുക, ചില യാഗങ്ങളും ഹോമങ്ങളും നടത്തുക. ഇതല്ലേ ഉള്ളൂ. എങ്കിൽ അതിനെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മുൻജന്മദോഷത്തിന് വേണ്ടി ഒരു ഹോമം നടന്നിട്ടുണ്ട്, ഒരു യാഗം നടന്നിട്ടുണ്ട്. ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സാക്ഷാൽ ദൈവം തമ്പുരാൻ നടത്തിയ ഒരു യാഗമുണ്ട്. ഏക മനുഷ്യനാൽ പാപവും ശാപവും ലോകത്തിൽ കടന്നു. ഏക മരണത്താൽ, ഏകയാഗത്താൽ എന്നേക്കുമുള്ള ശുദ്ധീകരണം വന്നു. മുൻജന്മദോഷം എടുത്താൽ ഏറ്റവും പുറകിലത്തെ ദോഷം ആദാമ്യ ശാപമാണ്. അവിടം തൊട്ടുള്ള മുഴുവൻ ശാപവും ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നു. അവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് മറ്റൊന്നുമല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. അതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. അത് വേറെ ചാനലിൽ വരുന്നുണ്ട്.
രോഗികളെ സൗഖ്യമാക്കുക എന്ന മെയിൻ സബ്ജക്റ്റ് വേറെ ചാനലുകളിൽ നിങ്ങൾക്ക് കിട്ടും. കേട്ടുകൊള്ളുക, സൗഖ്യം പ്രാപിച്ചുകൊള്ളുക. ഞങ്ങൾ അതിനപ്പുറത്തേക്ക് കടന്ന് പറയുകയാണ്, ഇതെല്ലാം ദൈവം തമ്പുരാന്റെ പദ്ധതിയല്ലേ. നിങ്ങളെ സത്യം ഗ്രഹിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, സകല മുൻജന്മ ദോഷങ്ങളും ശാപങ്ങളും ഏറ്റെടുക്കാനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവനും അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തതാണോ എന്നുള്ളത് അല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. യേശു പറഞ്ഞ മറുപടി നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചോളൂ. ഞാൻ പറയുന്നതിനപ്പുറം ബൈബിൾ നോക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതൊന്നും അല്ല ഇതിന്റെ കാരണം. പിന്നെന്താ കാരണം? ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ സംശയം ചോദിക്കുകയാണെങ്കിൽ. എന്നാൽ ഈ ക്ലാസ്സിൽ അതിക്കുള്ളിൽ വിവരിക്കാൻ ഒക്കില്ല. അതായത് ഇവർ പറഞ്ഞ കാരണമൊന്നും ഇതിലില്ലെന്നല്ല യേശു പറഞ്ഞത്. റെമഡി ആണ് യേശു പറഞ്ഞത്, പരിഹാരമാണ് പറഞ്ഞത്. അതാ നല്ല ഡോക്ടറുടെ രീതി. എന്തിനാ കുറെ പഴയ കാര്യമൊക്കെ പറഞ്ഞു, ഇത് അങ്ങനെ വന്നതാ, ഇത് ഇങ്ങനെ വന്നതാ, അങ്ങോട്ട് പോയപ്പോൾ വന്നതാ, ഇങ്ങോട്ട് ഇതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ വ്യക്തി ഇപ്പോൾ ഡോക്ടറെ എടുക്കാൻ വന്നത് രോഗമുള്ളതുകൊണ്ടാണ്. രോഗം മാറിയാൽ തിരിച്ചു പോകോളൂ. വിഷയത്തിന് പരിഹാരം ഇല്ലാത്തവരെ വിശകലനം ചെയ്ത് സമയം കളയത്തുള്ളൂ. പരിഹാരമുള്ളവൻ പരിഹാരം ഇങ്ങ് തരും. യേശു പറയുകയാണ്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഇതിന്റെ പരിഹാരമാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാൻ പോവുകയാണ്. എന്നിട്ട് തുടർന്ന് യേശു പറഞ്ഞു, നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കൂ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അതായത് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചത് എന്തിനാ? ഈ ശാപങ്ങൾ മാറ്റാനാ. അത് ചെയ്യാൻ പോവുക. അത് ഇവനിൽ യേശു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു. നിങ്ങളിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പൂർവകാല കാര്യങ്ങൾ, ശാപങ്ങൾ, ഭയങ്ങൾ, സംശയങ്ങൾ, സങ്കല്പങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഏതെങ്കിലും ഒരു ഹോമം, ഒരു യാഗം ഇതിനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതൊക്കെ ചെയ്തോളൂ. എന്നാൽ നിങ്ങളുടെ പണം മുടക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി തോന്നുമെങ്കിലും ദൈവം തമ്പുരാൻ ഇതിനു വേണ്ടി ചെയ്ത ഒരു യാഗമാണ് ക്രിസ്തുവിൻ്റെ മരണം. സകല ശാപവും സകല ദോഷവും യേശു ഏറ്റെടുത്തു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. ഇത് നിങ്ങളോട് പറയാൻ വളരെ സന്തോഷമുണ്ട്. മനുഷ്യന്റെ സകല ശാപവും ദോഷവും ഏറ്റെടുത്ത ഒരുവനുണ്ട്, അവനാണ് ക്രിസ്തു. ഇന്ന് നിങ്ങൾക്ക് ശാപമുക്തി വേണോ? ക്രിസ്തു നടത്തിയ യാഗത്തെ വിശ്വസിക്കണം. വ്യക്തിപരമായി എൻ്റെ ശാപങ്ങൾ യേശു ഏറ്റെടുത്തിരിക്കുന്നു എന്ന സത്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് സത്യം. ആകയാൽ നമ്മുടെ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഉത്തരം, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനായിട്ട് ഇങ്ങനെ സംഭവിച്ചു. ജീവിതത്തിലെ സന്ദേശം വ്യക്തമാക്കട്ടെ. ജീവിതത്തിലെ അനിഷ്ട സംഭവങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഇത്ര നേരം കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് വേഗം മനസ്സിലാവും. എന്തുകൊണ്ട് എന്നതിന് ഉത്തരമായിട്ട് യേശു പറഞ്ഞത് എന്തിനു വേണ്ടി എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടെന്നുള്ളതിനേക്കാൾ എന്തിനു വേണ്ടി എന്ന് അറിയാൻ ശ്രമിക്കുക. സന്ദേശം ഒന്നുകൂടെ വ്യക്തമാക്കാം. ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങളും എന്തുകൊണ്ട് എന്നറിയുന്നതിനേക്കാൾ എന്തിനു വേണ്ടി എന്നറിയുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ, പൂർവ്വകാലത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്നലെയിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുമോ? മനസ്സുകൊണ്ട് പോകാമെന്നല്ലാതെ പോകാൻ പറ്റുകയില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്നതിനേക്കാൾ എന്തിനു വേണ്ടി എന്നറിയുന്നതാണ് നല്ലത്. ഇതാണ് ഇവിടുത്തെ പാഠം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതെന്തിനു വേണ്ടി സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി സംഭവിച്ചു,
ജീവിതത്തിൽ വരുന്ന അനിഷ്ട സംഭവങ്ങൾ എന്തുകൊണ്ട് എന്നറിയുന്നതിനേക്കാൾ എന്തിനു വേണ്ടി എന്നറിയാനാണ് ശ്രമിക്കേണ്ടതെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടാനാണിത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ ബൈബിളിലെ കുറേ സംഭവങ്ങൾ എടുത്തു നോക്കി. സകല ദുഃഖങ്ങളും, സകല ദുരിതങ്ങളും, സകല ശാപങ്ങളും, സകല വേദനകളും എന്തിനു വേണ്ടിയായിരുന്നു? ദൈവമഹത്വം വെളിപ്പെടാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, ദൈവത്തിന്റെ കൈ വെളിപ്പെടാൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടിയാ സംഭവിച്ചത്. ഏത് വേണമെങ്കിലും എടുത്തോളൂ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് പോയ യാത്രയാണ് ബോട്ടിൽ. പക്ഷെ ഭയങ്കരമായിട്ട് കാറ്റടിച്ചു. എന്തുകൊണ്ടാണ് കാറ്റടിച്ചത്? ഉത്തരവില്ല. എന്തിനു വേണ്ടിയാണ് കാറ്റടിച്ചത്? യേശു തിരമാലയുടെ മുകളിലൂടെ നടന്നു വരുന്നത് കാണാൻ വേണ്ടി. അപ്പൊ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. എന്തിനു വേണ്ടി എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ദുരന്തം എന്തുകൊണ്ട്? ഉത്തരമില്ല. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ. എത്ര നല്ല പാഠം! അത് ഗ്രഹിക്കുവാൻ നിങ്ങളും ശ്രമിക്കണം. നമ്മളിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം പഠിച്ച് തീർക്കുന്നതോടുള്ള ബന്ധത്തിൽ അത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യം നിർത്തിയിട്ട് എന്തിനു വേണ്ടി, എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോകും. എന്തിനു വേണ്ടി എന്നുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകും. ഏതാ നല്ലത്? ഇനി ഓടാനുള്ളത് ഭാവിയല്ലേ. അതുകൊണ്ട് ഭാവിയുടെ ഉത്തരം നമുക്ക് കണ്ടെത്താം. എന്നിട്ട് കർത്താവ് പറഞ്ഞ അടുത്ത ചിന്ത കൂടെ ഈ ക്ലാസ്സിൽ വിവരിച്ചാലേ നമുക്ക് മുന്നോട്ട് വരക്കുള്ളൂ. വാക്യം 3 ഒടുവിലത്തെ പ്രയോഗം നിങ്ങളുടെ ബൈബിളിൽ ശ്രദ്ധിക്കുക. വാക്യം 3 ഒടുവിൽ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഈ സന്ദേശത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഈ കുരുടന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശു ഒരു യാഥാർത്ഥ്യം, ഒരു ഫാക്ട് പറയുകയാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യേണ്ടതാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിൽ അപ്പുറം യുഗപരമായ ഒരു സത്യവും കൂടിയാണ് യേശു പറഞ്ഞത്. അതായത് ഈ ശാപങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഇവിടെ വന്നത്. എന്നാൽ അതിനൊരു ടൈമുണ്ട്. യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ, ശാപങ്ങളെ മാറ്റാനാണ്. അതിനുള്ള സമയമാണ് ഈ സമയം. അതിന് യേശു പറഞ്ഞത് പകലെന്നാണ്. പകലുള്ളിടത്തോളം. അർത്ഥം ഇതാണ്, അവസരങ്ങൾ ഉള്ളിടത്തോളം. അടുത്തത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നല്ല കാലം തീരാൻ പോകും. ഇവിടെ ഞാൻ യുഗപരമായ ഒരു സത്യം പറയേണ്ടതുള്ളതുകൊണ്ട് അല്പം നിർത്തി പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കുക. യേശു കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പകൽ ആരംഭിച്ചു. അവൻ വെളിച്ചമാണെന്ന് അവൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ഓർമ്മയുണ്ടോ? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അന്നു മുതൽ ഇന്ന് വരെ ആ പകൽ, ആ സൂര്യൻ ജ്വലിച്ച് നിൽക്കുകയാണ്. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യന് സത്യവെളിച്ചം കൊടുക്കുവാനുള്ള ആ യേശുവാകുന്ന വെളിച്ചം പ്രകാശിച്ച് നിൽക്കുകയാണ്. യോഹന്നാൻ 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ 8 വന്നപ്പോൾ, 8:12 വന്നപ്പോൾ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ സാക്ഷാൽ വെളിച്ചം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്നു. അവനാണ് ക്രിസ്തു. അവൻ തൻ്റെ പ്രായശ്ചിത്ത ബലി പൂർത്തീകരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവൻ ഇപ്പോഴും പക്ഷവാദം ചെയ്യുന്നു. ഇങ്ങനെ ആ വെളിച്ചം ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എന്നാൽ യേശു ഒരു മുന്നറിയിപ്പ് തരികയാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു.
ഒരു ദുസൂചന അതിലില്ലേ? നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം നിങ്ങൾ കണ്ടോ? വാക്യം 4, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരും. യേശു എന്താ ഉദ്ദേശിച്ചത്? യേശുവിൻ്റെ ഈ പ്രവൃത്തി, അതായത് സുവിശേഷത്താലുള്ള വിടുതൽ, സൗഖ്യം, സ്വാതന്ത്ര്യം, വെളിച്ചം, പാപമോചനം, ശാപമുക്തി, ഇത് എല്ലാ കാലവും തുടരുകയില്ല. ഇതിനൊരു സമയമുണ്ട്. ഇതിനൊരു തിരശീല വീഴും. സ്തോത്രം. ഡിസ്കൗണ്ട് സെയിൽ എന്നൊരു ബോർഡ് കണ്ടാൽ ഓർത്തോണം, അത് എല്ലാ കാലത്തേക്കും ഇല്ല. അതൊരു ടൈമുണ്ട്. ജൂൺ 15 മുതൽ 25 വരെ എന്ന് കണ്ടാൽ അതിനുള്ളിൽ നിങ്ങൾ പൂക്കോണം, വാങ്ങിക്കോണം. ഇതുപോലെ ഒരു സന്ദേശം ഇതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. എന്താണ് സന്ദേശം? അത് നിങ്ങൾ ഗ്രഹിപ്പാൻ ഞാൻ നിങ്ങളോട് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. അതായത് ശാപത്തിൽ, പാപത്തിൽ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യന്റെ മോചനത്തിനു വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ആ രക്ഷയുടെ മാർഗം എപ്പോഴും ഇതേപോലെ പോകത്തില്ല. അതിനൊരു പരിധിയുണ്ട്, അതിനൊരു കാലഘട്ടമുണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ലളിതമാക്കാം, ഈ സുവിശേഷ ഘോഷണത്തിന്റെ കാലം തീരുമെന്ന്. ഏത് ചാനൽ എടുത്താലും രക്ഷ, എവിടെ തുറന്നാലും ഭക്തിഗാനങ്ങൾ, എപ്പോഴും പ്രാർത്ഥന, സൗഖ്യം, സ്വാതന്ത്ര്യം, വിടുതൽ, മോചനം, ആരോഗ്യം, പ്രത്യാശ. ഈ ദൂത്, ഈ സ്നേഹത്തിന്റെ ദൂത് എല്ലാ കാലവും തുടരുകയില്ല. എപ്പോഴും കേൾക്കുകയില്ല. എല്ലായ്പ്പോഴും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകത്തില്ല. ഇതിനൊരു എൻഡുണ്ട്, ഇതിനൊരു ഫിനിഷിംഗ് ഉണ്ട്, ഇതിനൊരു സമാപനമുണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അതെന്തായിരിക്കും? അതാണ് കർത്താവിന്റെ രണ്ടാം വരവ് എന്ന ഒരു വിഷയം ഇതേ ടെലിവിഷനിൽ ഞങ്ങൾ തന്നതാണ്. അതിന്റെ CD വേണമെങ്കിൽ ആവശ്യപ്പെടുക. അതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സുവിശേഷ ഘോഷണം ഇതുപോലെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു അവസാനമുണ്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നും കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. വിശുദ്ധ ബൈബിളിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ആ കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. 2 തെസ്സലോനിക്കർ 1:6, പേജ് നമ്പർ 212. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കൽ മനുഷ്യനായി മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ ഇവിടെ വന്നു. അന്നവനെ തല്ലിയപ്പോൾ അവൻ തിരിച്ചു തല്ലിയില്ല. അന്നവനെ തുപ്പിയപ്പോൾ അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അന്നവനെ അപമാനിച്ചു, പരിഹസിച്ചു, നുണ പറഞ്ഞു, ഏറ്റവും അധികം പരിഹസിച്ചു, നിന്ദിച്ച്, നഗ്നനാക്കി, കുരിശിൽ തൂക്കി. യേശു ഒന്നും വേണ്ടിയില്ല. എന്നാൽ ഈ വാക്യം നിങ്ങൾ കാണുന്നുണ്ടോ? കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകാൻ പോകുന്നു. എപ്പോൾ?
എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾക്ക് ബൈബിളിലെ മറ്റെല്ലാ കാര്യങ്ങളും വിശ്വാസമാണ്. യേശു രോഗശാന്തി തരുമെന്നറിയാം. എന്നാൽ യേശു മടങ്ങി വരുമെന്നറിയുന്നുണ്ടോ? അവൻ മടങ്ങി വരുന്നത് ഇതുപോലെയല്ല, അഗ്നിജ്വാലയിലാണ് മടങ്ങി വരുന്നത്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് വരും. അവൻ ഇപ്പോൾ എവിടെയാ? സ്വർഗത്തിൽ. എന്തു ചെയ്യുന്നു? പിതാവിന്റെ സന്നിധിയിൽ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പാപത്തിൽ വീഴുമ്പോൾ, അറിവില്ലായ്മകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മെ താങ്ങുന്ന ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുന്നു, പുരോഹിതനെ പോലെ. എന്നാൽ അവൻ അവിടെ നിന്ന് വരും, സ്വർഗത്തിൽ നിന്ന് വരും. യേശു സ്വർഗത്തിലേക്ക് പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിൽ ചെന്നിട്ട് അവരെ ഒരുമിച്ച് നിർത്തി ലോക സുവിശേഷീകരണം എന്ന ദൗത്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് കൃത്യമായി ഓർപ്പിച്ചിട്ട് 2 കൈകളും ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കയിൽ അവൻ സ്വർഗത്തിലേക്ക് പോയി. ഈ വാക്യത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. സ്വർഗത്തിലേക്ക് പോയത് ശിഷ്യന്മാർ കണ്ടു. തിരിച്ചു വരാൻ പോകുന്നു. കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോയെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുമെന്നാണ് ഈ സത്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ സ്വർഗത്തിലേക്ക് പോയത് ഒലിവുമലയിൽ നിന്നാണ്. തൻ്റെ ശിഷ്യന്മാരെ അവൻ അരികെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കയിൽ അവൻ സ്വർഗത്തിലേക്ക് പോയി. അവൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരും. പക്ഷേ മടങ്ങി വരുമ്പോൾ എന്തിനു വേണ്ടി വരുന്നു എന്ന് നോക്കൂ. അവിടെയാണ് വിഷയം. അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി അവൻ വരുന്നത് സുവിശേഷം പറയാനല്ല, പാപിയെ രക്ഷിക്കാനല്ല, രോഗിയെ സൗഖ്യമാക്കാനല്ല, ശാപം മാറ്റാനല്ല, കുരുടന്റെ കണ്ണ് തുറക്കാനല്ല. പിന്നെ എന്തിനാണ്? സുവിശേഷം കേട്ടിട്ടും വിശ്വസിക്കാത്തവർക്ക് ശിക്ഷ കൊടുക്കാനാണ്. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്ന് പ്രാർത്ഥിക്കും. 9 യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഒറ്റ മനുഷ്യനും മോചനത്തിന് ഇനി ഒരു അവസരമില്ലാതെ വണ്ണം ഈ അധ്യായം അടയാൻ പോകുന്നു. പല പ്രാവശ്യം പറഞ്ഞതാണ് കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയം. പഠിക്കുക, കാസറ്റ് ആവശ്യപ്പെടുക. ചുരുക്കി പറയാം, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും കൂടെ ഈ അന്ധന്റെ കണ്ണു തുറക്കുന്ന കൂട്ടത്തിൽ യേശു സൂചിപ്പിച്ചു. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെ എന്തുകൊണ്ട് എന്നന്വേഷിക്കുന്നതിനേക്കാൾ എന്തിനു വേണ്ടി എന്നന്വേഷിക്കുവാൻ ഞങ്ങളെ ഈ ചിന്ത അധികം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഈ യുഗം തീരുമെന്നും കൂടെ ഒരു സൂചന ഞങ്ങൾക്ക് തന്നല്ലോ. അങ്ങയുടെ വരവിന് മുമ്പ് അങ്ങയുടെ പ്രമാണങ്ങളെ അനുസരിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.